PSC അഴിമതിക്കാരെ തുറങ്കലിലടയ്ക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ യുവമോർച്ച സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടത്തുന്നു. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടത്തുന്ന മാർച്ചിന് നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം നടക്കുകയാണ് തത്സമയത്ത്. Okay. PSC അഴിമതിക്കാരെ തുറങ്കലിലടയ്ക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യുവമോർച്ചയുടെ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. സംസ്ഥാന സമിതി അംഗം O നിതീഷാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. രമ്യാദാസ് വിശദാംശങ്ങൾ നൽകും. രമ്യ, എത്രത്തോളം വലിയ പ്രതിഷേധമാണ് അവിടെ അലയടിക്കുന്നത്? പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം ഇപ്പോഴും തുടരുകയാണ്. ഗൗതം
PSCയിലെ അഴിമതിക്കാരെ തുറങ്കിലടക്കിയ നിരവധി ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് മാർച്ച് ആരംഭിച്ചിട്ടുള്ളത്. മുന്നെത്തിയ പ്രവർത്തകരെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി സിവിൽ മുന്നിലെത്തുമ്പോഴേക്കും ജലപീരങ്കി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 2 വട്ടമാണ് ഈ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് ഇപ്പോൾ പ്രതിഷേധക്കാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമാനമായ സംസ്ഥാനത്തിലെ മറ്റിടങ്ങളിലെല്ലാം യുവമോർച്ച നടത്തിയ പ്രതിഷേധം സമാനമായി തന്നെ വളരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ കോഴിക്കോട് പുരോഗമിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി രാജിവെക്കുക, PSCയിലെ തുറങ്കിലടയ്ക്കുക, കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറുക, വേക്കൻസികൾ കൃത്യമായി റിപ്പോർട്ട് തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് കോഴിക്കോട് യുവമോർച്ച ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ തന്നെ പ്രതിഷേധവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ സിവിൽ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. 2 വട്ടമാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ കോഴിക്കോടുണ്ടായത്. കൃത്യമായി തന്നെ പ്രതിഷേധക്കാർ ഈ പ്രതിഷേധം വളരെ ശക്തമായി തുടരുന്നുവെന്ന് അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുത്തിയിരിപ്പ് സമരം പുരോഗമിക്കുന്നത്. അതായത് മുന്നോട്ട് വരുന്ന PSCയിലെ അഴിമതിക്കാരെ തുറങ്കിലടക്കി കൃത്യമായ അതുപോലെ തന്നെ വേക്കൻസിലെ കൃത്യമായ റിപ്പോർട്ട് ആവശ്യങ്ങൾ തന്നെയാണ് കോഴിക്കോട് ഉന്നയിച്ചുകൊണ്ട് ശക്തമായ സമരം കോഴിക്കോട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. MD കോളേജിൽ നിന്നാണ് ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. പക്ഷേ ഈ പ്രതിഷേധ മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിലെത്തുമ്പോഴേക്കും ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ജലപീരങ്കി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കോഴിക്കോട് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. നിലവിലിപ്പോഴും കുത്തിയിരുന്ന് പ്രതിഷേധക്കാർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. PSC പരീക്ഷാ ക്രമക്കേടിൽ വ്യാപകമായ പ്രതിഷേധമാണ്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം അലയടിക്കുന്നു. ഉദ്യോഗാർത്ഥികളെ ചേർത്ത് പിടിച്ച് യുവമോർച്ച ഒപ്പം സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, തലസ്ഥാനത്ത് 33ാമത്തെ ദിവസമാണ് ഇന്ന് PSC ഉദ്യോഗാർത്ഥികൾ LPST റാങ്ക് ഹോൾഡർ സമരം ചെയ്യുന്നത്. അവരുടെ നിരാഹാര സമരം ഇന്ന് 9ാം ദിവസം പിന്നിട്ടിട്ടും സർക്കാർ അനങ്ങിയിട്ടില്ല. VD സതീശന്റെ മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന സമരമാണ്. പക്ഷെ അനങ്ങിയിട്ടില്ല, അനങ്ങാൻ മട്ടുമില്ല എന്നുള്ളതാണ്. എന്തായാലും യുവമോർച്ച ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു, വിഷയം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. PSC പരീക്ഷാ ക്രമക്കേടിൽ യുവമോർച്ചയുടെ മാർച്ചാണ് ഇപ്പോൾ കൊച്ചിയിലൊപ്പം തന്നെ കോഴിക്കോട് നടക്കുന്നത്. കോഴിക്കോട് കളക്ടറേറ്റിലേക്കാണ് യുവമോർച്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന സമിതി അംഗം നിധീഷ ഉദ്ഘാടനം ചെയ്യും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിശക്തമായ പ്രതിഷേധ പരിപാടിയുമായി യുവമോർച്ച മുന്നോട്ട് പോകുമ്പോൾ പോലീസ് അവരെ തടയുകയാണ്. 2 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. സമാനമായ സാഹചര്യമായിരുന്നു ഇന്നലെ തലസ്ഥാനത്തും കൊല്ലത്തും തൃശൂരും അലയടിച്ചത്. അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ച എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് രമ്യയിലേക്ക് പോകാം. അതിനു മുൻപ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സഹപ്രവർത്തകരെ, നമുക്കറിയാം ഇന്ന് എന്തിനാണ് ഈ കലക്ടറേറ്റിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയിരിക്കുന്നതെന്ന്. ഇടതുപക്ഷ സർക്കാർ മാറി VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ PSC ഉദ്യോഗാർത്ഥികൾക്കും LPST റാങ്ക് ഉദ്യോഗാർത്ഥികൾക്കും വളരെ പ്രതീക്ഷയായിരുന്നു. എന്നാൽ നമ്മൾ കണ്ടത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. PSC റാങ്ക് ലിസ്റ്റിലുള്ള 1ാം റാങ്കുകാരനും 2ാം റാങ്കുകാരനും ഈ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ സമരത്തിലാണ്. മണ്ണ് വാരി തിന്നും നിരാഹാര സമരം കിടന്നും ഈ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ അവരെ കൊഞ്ഞനം കാറ്റുന്ന സമീപനമാണ് ഇവിടുത്തെ അധികാരികൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സൂചനാ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധം ഔപചാരികമായി PSC അഴിമതിക്കാരെ തുറുങ്കിലടയ്ക്കുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യുവമോർച്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് യുവമോർച്ച
ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായി നടക്കുന്ന മാർച്ച് എന്തായാലും ഈ ഉദ്യോഗാർത്ഥികളെ ചേർത്ത് പിടിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. യുവമോർച്ചയെ തടയാനുള്ള വെപ്രാളത്തിലാണ് എന്നുള്ളതാണ്. രമ്യയിലേക്ക്. രമ്യ, സംസ്ഥാന വ്യാപകമായി യുവമോർച്ച അതിശക്തമായ പ്രതിഷേധ പരിപാടിയിലേക്കാണ് കടക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം അതിശക്തമായ സമരമാണ് യുവമോർച്ച നടത്തുന്നത് എന്നുള്ളത്. ഈ സമാനമായ കാഴ്ചയായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്തും തൃശ്ശൂരും കൊല്ലത്തും ഒക്കെ. ഇന്നതെ കോഴിക്കോട് പ്രതിഷേധമാണ്, അതിശക്തമായ പ്രതിഷേധ പരിപാടികളാണ്. ഏത് രീതിയിലൊക്കെയാണ് യുവമോർച്ചയുടെ പ്രതിഷേധ പരിപാടികൾ? രാഖി, മോർച്ചയുടെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് കളക്ട്രേറ്റിലേക്കുള്ള പ്രതിഷേധ സമരം, അതായത് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം തന്നെ സംസ്ഥാനത്തിലെ മറ്റ് ജില്ലകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും തൃശ്ശൂരും എല്ലാം കണ്ടതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് യുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ട്രേറ്റിലുള്ള പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എരഞ്ഞിപ്പാലത്ത് നിന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സിവിൽ സ്റ്റേഷനിലേക്ക് എത്തിയത്. സിവിൽ സ്റ്റേഷൻ കവാടത്തിൽ തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഈ പ്രവർത്തകരെ തടഞ്ഞിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെയാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ ആദ്യഘട്ടത്തിൽ ജലപീരങ്കി ഉൾപ്പെടെ കോഴിക്കോട് ഉണ്ടായ. നിലവിൽ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗത്തിൽ ഒരു പ്രവർത്തകന് കണ്ണിന് പരിക്കേറ്റു എന്നുള്ളതിനെയാണ് നമുക്ക് റിപ്പോർട്ട്. പ്രവർത്തകന്റെ കണ്ണിൽ ഉൾപ്പെടെ ചോര വരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായി. കാരണം പ്രവർത്തകർ അക്രമാസക്തമായില്ലെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീടും രണ്ടാമത്തെ വട്ടവും ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ മാറി. അതായത് ഈ പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഇവിടെ നിന്നും തിരിഞ്ഞ് പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പോലീസിന്റെ പ്രകോപനപരമായ നിലപാട്. എന്നാൽ പ്രതിഷേധക്കാർ ഉറച്ചു തന്നെ നിന്നു. പ്രതിഷേധം നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുത്തിയിരുന്നു കൊണ്ടാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ നിലവിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് കോഴിക്കോട് മറ്റു ജില്ലകളിൽ, അതായത് ജില്ലയുടെ മറ്റിടങ്ങളിൽ ഉണ്ടായ പ്രതിഷേധം പോലെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് കോഴിക്കോട് നിലവിൽ പുരോഗമിക്കുന്നത്. അതായത് ഇതിൽ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതികരണശേഷി നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കുക, PSCയിലെ അഴിമതിക്കാരെ തുറങ്കിലടക്കുക, ഈ PSC വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം നടത്തുക, അതായത് കേന്ദ്ര ഏജൻസികൾക്ക് ഈ അന്വേഷണം കൈമാറണം, അതുപോലെ തന്നെ വേക്കൻസി കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ശക്തമായ യുവമോർച്ചയുടെ പ്രതിഷേധവും കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും കോഴിക്കോടും ഒപ്പം തന്നെ കൊച്ചിയിലും അതിശക്തമായ പ്രതിഷേധ പരിപാടികളാണ് ഇന്ന് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. PSC പരീക്ഷാ ക്രമക്കേടിൽ അതിശക്തമായ പ്രതിഷേധം നമുക്ക് ആ സ്ക്രീനിൽ കാണാം. വലതുവശത്ത് കൊച്ചിയിൽ ഇപ്പോൾ മാർച്ച് പുരോഗമിക്കുകയാണ്. ഈറച്ചെത്തുകയാണ് യുവമോർച്ച പ്രവർത്തകർ. അതിശക്തമായ പ്രതിഷേധത്തിലാണ് യുവമോർച്ച. PSC പരീക്ഷാ ക്രമക്കേട് ഇത് വച്ചുപൊറുപ്പിക്കാൻ സാധിക്കില്ല. എത്രയോ നാൾ നീണ്ട ഉദ്യോഗാർത്ഥികളുടെ പരിശ്രമമാണ് ഇവരുടെ തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിലായപ്പോൾ എന്താണ് ഉദ്യോഗാർത്ഥികളുടെ ഭാവി തന്നെ തുലാസിലാകുന്ന സാഹചര്യം. അവർക്ക് ജോലിയില്ല, റാങ്ക് ഹോൾഡേഴ്സാണ്, പക്ഷേ ജോലിയില്ല എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടക്കാരെ തിരികെ കയറ്റാം, പക്ഷെ പഠിച്ച് പുറത്തിറങ്ങിയവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. റാങ്ക് ഹോൾഡേഴ്സിന് ജോലിയില്ലാത്ത സാഹചര്യം. എന്തായാലും യുവമോർച്ച പ്രവർത്തകർ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ കൊച്ചിയിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കാണ് യുവമോർച്ചയുടെ മാർച്ച് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട് കളക്ട്രേറ്റിലേക്കാണ് യുവമോർച്ച പ്രതിഷേധ മാർച്ച്. കോഴിക്കോട് 2 തവണയാണ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. കൊച്ചിയിലേക്ക് പോകുന്നു. കൊച്ചിയിൽ ഇപ്പോൾ മാർച്ച് അതിശക്തമായി മുന്നോട്ട് പോകുന്നു. പ്രവർത്തകരെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുന്നു. PSC പരീക്ഷാ ക്രമക്കേടിലാണ് പ്രതിഷേധം. കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കായിരുന്നു യുവമോർച്ചയുടെ മാർച്ച്. അവരെ ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രതിരോധിക്കുകയാണ് പോലീസ്. ബാരിക്കേഡ് വെച്ച് തടയാനുള്ള ശ്രമം, പക്ഷേ പ്രവർത്തകർ പിന്മാറുന്നില്ല. അവർ മുന്നോട്ട് എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. നിഷ ദിലീപ് കൂടി വാർത്തയ്ക്കൊപ്പം ചേരുകയാണ്. നിഷ ദിലീപിലേക്ക്. നിഷ, PSC പരീക്ഷാ ക്രമക്കേടിൽ വ്യാപകമായ പ്രതിഷേധം. ഇപ്പോൾ പ്രവർത്തകരുടെ മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയാണ് പോലീസ്. വിവരങ്ങൾ പറയും.
രാഖി, മേനകയിൽ നിന്ന് ആരംഭിച്ച മാർച്ചാണ് ഇപ്പോൾ കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമലയുടെ നേതൃത്വത്തിലുള്ള യുവമോർച്ച പ്രവർത്തകരാണ് ഇപ്പോൾ കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് പ്രകടനമായി മാർച്ചായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞു. ഇപ്പോൾ ബാരിക്കേഡ് മറച്ചിടാനും ഉള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. എന്തായാലും പ്രവർത്തകർ ഒട്ടും തന്നെ പിന്മാറുന്നില്ല. പോലീസ് ഇവരെ തടയുകയാണ്. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമലയുടെ നേതൃത്വത്തിലുള്ള യുവമോർച്ച പ്രവർത്തകരാണ് ഇപ്പോൾ ഈ കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. PSCയിലെ അഴിമതിക്കെതിരെ പല രീതിയിൽ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തുടനീളം യുവമോർച്ചയുടെ ഭാഗത്തുനിന്ന് നടത്തിയിരുന്നു. PSCയിലെ അഴിമതിക്കാരെ പുറത്താക്കുക, കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറുക, ഒഴിഞ്ഞ തസ്തികകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക, ഇതിലൊന്നും തന്നെ നടപടിയെടുക്കാതെ പ്രതികരണശേഷി ഇല്ലാതെ ഇരിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി ഇപ്പോൾ മേനകയിൽ നിന്നും കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. ഇവിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ബാരിക്കേഡിന് ഇരുവശവും നിന്ന് ബാരിക്കേഡ് തള്ളി നീക്കുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമലയുടെ നേതൃത്വത്തിലുള്ള നൂറുകണക്കിന് പ്രവർത്തകരാണ്, യുവമോർച്ച പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. എന്തായാലും കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നത്. ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറി നിന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസുകാർ ഈ ബാരിക്കേഡിന് മറുപുറത്ത് പോലീസുകാർ അത് തടഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം തന്നെയാണ് കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ഇപ്പോൾ നടക്കുന്നത്. രാഖി, കൊച്ചിയിലും കോഴിക്കോടും അതിശക്തമായ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് PSC പരീക്ഷാ ക്രമക്കേടിൽ. ഇതുവരെയും മിണ്ടാത്ത അനങ്ങാത്ത മുഖ്യമന്ത്രി രാജിവെക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി VD സതീശന്റെ മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന സമരമാണ്. അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കേൾക്കാനോ പോലും തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി VD സതീശൻ. ഈ വിഷയം യുവമോർച്ച മുന്നോട്ട് വയ്ക്കുകയാണ്. 2 മാസത്തെ സമയമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ തേടിയിരിക്കുന്നത്. പക്ഷേ ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ വിഷയം അത് ചെറിയ വിഷയമല്ല. ഒപ്പം തന്നെ ഈ PSCയിൽ നടക്കുന്ന ക്രമക്കേട്, വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉയർന്നു, ചോദ്യപേപ്പർ മാറി നൽകുന്നു. അങ്ങനെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉണ്ട്, ഗുരുതരമായ വിഷയങ്ങളുണ്ട്. ഈ വിഷയമാണ് യുവമോർച്ച ചൂണ്ടിക്കാട്ടുന്നത്. കോഴിക്കോടും കൊച്ചിയിലും അതിശക്തമായ പ്രതിഷേധം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കോഴിക്കോടും കൊച്ചിയിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. എന്തായാലും കോഴിക്കോടും കൊച്ചിയിലും അതിശക്തമായ പ്രതിഷേധം തന്നെയാണ്. യുവമോർച്ച പ്രവർത്തകർ പിന്മാറാൻ തയ്യാറല്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കൊച്ചിയിൽ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. PSC പരീക്ഷാ ക്രമക്കേടിനെതിരെയാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. യുവമോർച്ച പ്രവർത്തകരെ ജലപീരങ്കി പ്രയോഗിച്ച് നേരിടുകയാണ് പോലീസ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടവർ അതിനെ നേരിടുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കൊച്ചിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിന്മാറാൻ തയ്യാറല്ല. അവർ വീണ്ടും ബാരിക്കേഡിനടുത്തേക്ക് എത്തി. ബാരിക്കേഡ് അവിടെ നിന്ന് തള്ളി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. PSC അഴിമതിക്കാരെ തുറുങ്കിലടയ്ക്കണം. ഒപ്പം തന്നെ മിണ്ടാതിരിക്കുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വായ തുറന്നേ മതിയാകൂ. എന്താണ് നടപടി എന്നുള്ളത് അറിയണം. ഡൽഹിയിലേക്ക് പോയി നീറ്റ് പരീക്ഷാ വിഷയമടക്കം ഏറ്റുപിടിച്ച് നീതി ഉറപ്പാക്കുമെന്ന് ഘോരഘോരം പറഞ്ഞ മുഖ്യമന്ത്രിക്ക് മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന ക്രമക്കേടുകൾ കാണുന്നില്ല. ഈ വിഷയത്തിലാണ് പ്രതിഷേധം ഇരമ്പുന്നത്. യുവമോർച്ച പ്രവർത്തകർ അതിശക്തമായ പ്രതിഷേധമാണ് PSC പരീക്ഷാ ക്രമക്കേടിൽ
സംസ്ഥാന വ്യാപകമായി നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും തൃശൂരും കൊല്ലത്തും അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ, ധർണകൾ, മാർച്ച് ഒക്കെ തന്നെ നടന്നിരുന്നു. ഇന്നത്തെ കോഴിക്കോടും കൊച്ചിയിലും അതിശക്തമായ പ്രതിഷേധം. കൊച്ചിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. വീണ്ടും കൊച്ചിയിൽ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. രണ്ടാം വട്ടവും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ. PSC പരീക്ഷാ ക്രമക്കേടിലാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. കോഴിക്കോടും കൊച്ചിയിലും അതിശക്തമായ പ്രതിഷേധം ഇരമ്പുന്നു. ഒപ്പം കോഴിക്കോടും ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ നേരിടുകയായിരുന്നു പോലീസ്. ഇപ്പോൾ കൊച്ചിയിൽ രണ്ടാം വട്ടവും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരുണ്ട്. അവർക്ക് നേരെയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി നിഷ ദിലീപിലേക്കാണ്. നിഷ, അതിശക്തമായ പ്രതിഷേധം, ആളിക്കത്തുകയാണ് പ്രതിഷേധം. പക്ഷേ പോലീസ് അവരെ ജലപീരങ്കി പ്രയോഗിച്ച് നേരിടുന്നു. എന്തായാലും പ്രവർത്തകർ പിന്മാറാൻ തയ്യാറല്ല. ഇപ്പോൾ അവർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്നു. രാഖി, 2 തവണയാണ് പോലീസ് യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നിട്ടും പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ യുവമോർച്ച പ്രവർത്തകർ ഒട്ടും തയ്യാറല്ല. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിച്ച് അവർ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മേനക ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം അല്പസമയം മുമ്പാണ് കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് വന്നത്. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമലയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകർ, സ്ത്രീകളടക്കമുള്ള 100 കണക്കിന് പ്രവർത്തകരാണ് ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തിയത്. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവർ പ്രതിഷേധം ഒട്ടും തന്നെ കുറയ്ക്കാതെ, മാറാതെ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിന്ന് പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് പല തവണ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. PSC ഓഫീസിലേക്കും PSC ജില്ലാ ഓഫീസറെ അടക്കം യുവമോർച്ച പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. എറണാകുളത്തും പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ നടത്തിയിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കും ആ രീതിയിൽ തന്നെ വലിയ പ്രതിഷേധമാണ് യുവമോർച്ചയുടെ വലിയ പ്രതിഷേധം തന്നെയാണ് കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കും ഉണ്ടായത്. മേനക ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിച്ച് കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ നേരത്തെ തന്നെ പോലീസ് ബാരിക്കേഡുകൾ കെട്ടി തടഞ്ഞിരുന്നു. മാർച്ച് ഒരു കാരണവശാലും അകത്തേക്ക് കടക്കാതിരിക്കാനായി ബാരിക്കേഡ് കെട്ടി പോലീസ് മാർച്ച് ഈ കണയന്നൂർ ഓഫീസിന് മുന്നിൽ തടഞ്ഞു. ആ സമയത്തൊക്കെ തന്നെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെയാണ്, സ്ത്രീകളടക്കമുള്ള യുവമോർച്ച പ്രവർത്തകരെയാണ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് ഈ പ്രതിഷേധം ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവരുടെ പ്രതിഷേധം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് പരീക്ഷാ ക്രമക്കേടിൽ ഇപ്പോൾ കോഴിക്കോടും കൊച്ചിയിലും ആളിക്കത്തുകയാണ് പ്രതിഷേധം. നമുക്ക് ആ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാം. അവർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്നു. ഒപ്പം സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധം ഇരമ്പുന്നു കോഴിക്കോടും. PSC അഴിമതിക്കാരെ തുറുങ്കിലടയ്ക്കുക എന്ന ആവശ്യമാണ് യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട് കളക്ടറേറ്റിലേക്കാണ് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച്. അവരെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയാണ്. ഒപ്പം തന്നെ പ്രവർത്തകർക്ക് നേരെ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കൊച്ചിയിലും സമാനമായ സാഹചര്യം.
PSC പരീക്ഷാ ക്രമക്കേടിലാണ് കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് യുവമോർച്ചയുടെ മാർച്ച് ഇപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ 2 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതിശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് യുവമോർച്ച. അവർ മുദ്രാവാക്യം വിളികളോടുകൂടി ബാരിക്കേഡ് അവിടെ നിന്ന് തള്ളിമാറ്റാനുള്ള ശ്രമത്തിലാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. കോഴിക്കോടും കൊച്ചിയിലുമാണ് PSC പരീക്ഷാ ക്രമക്കേടിൽ അതിശക്തമായ പ്രതിഷേധം അലയടിക്കുന്നത്. യുവമോർച്ച പ്രവർത്തകർ അവരെ ജലപീരങ്കി പ്രയോഗിച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു പോലീസ്.